പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നല്ലവനായ പിതാവേ, മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കാൽവരിലെ യാഗമായല്ലോ. ഇത്രയേറെ മനുഷ്യനെ സ്നേഹിച്ചൊരു ദൈവം, ഇത്രയേറെ മനുഷ്യന് വില നൽകിയ ഒരു ദൈവം, ഇത്രയേറെ മനുഷ്യനോട് കൂടെയായിരിക്കുന്ന ദൈവം, ഇത്രയേറെ സ്നേഹിക്കുവാൻ അപ്പാ ഞങ്ങൾ എന്ത് മേന്മയാണ് ഞങ്ങൾക്കുള്ളത്. അവിടുന്ന് സ്നേഹിക്കുന്നതിന്റെ ഒരു തുള്ളി പോലും തിരിച്ച് സ്നേഹിക്കാൻ കഴിവില്ലാത്തവരും ഒരു തുള്ളി പോലും തിരിച്ച് സ്നേഹിക്കുവാൻ യോഗ്യരല്ലാത്തവരുമാണ് അപ്പാ ഞങ്ങൾ. ബലഹീനരും പാപികളും അയോഗ്യരുമായ ഞങ്ങൾ ഓരോരുത്തരെയും യോഗ്യരാക്കിയത് അവിടുന്നാണപ്പാ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും രോഗശാന്തിയാലും കൃപയാലും അനുഗ്രഹങ്ങളാലും ഓരോ ദിവസവും ഞങ്ങളെ ആശീർവദിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് അവിടുന്നാണപ്പാ. ഒരിക്കലും അണഞ്ഞു പോകാത്ത പ്രത്യാശയിൽ ഞങ്ങൾ ഓരോരുത്തരെയും വളർത്തുന്നത് അവിടുന്നാണെന്ന് ഞങ്ങൾ അറിയുന്നു. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. തന്റെ മക്കളെ പോലെ തന്റെ മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് മാറോട് ചേർത്തണയ്ക്കുന്ന ദൈവം, മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം, സഹനങ്ങളും പീഡനങ്ങളും ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ച പുത്രനായ ഈശോ മിശിഹാ, പിതാവിനെ അനുസരിക്കുകയല്ലാതെ പിതാവിന്റെ ഹിതം നിറവേറ്റുകയല്ലാതെ മറ്റൊന്നുമില്ലെന്ന് തെളിയിച്ച ദൈവം, അനുസരണത്തിന്റെ വലിയൊരു മാതൃക കാട്ടിത്തന്ന ദൈവം, അവസാന നിമിഷം കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു പറഞ്ഞ ഈശോ
എത്ര എളിമയോടും എത്ര സ്നേഹത്തോടും കൂടിയാണ് അവിടുന്ന് തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചത്. ഈ ആരാധന നിമിഷം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആത്മാവിനെ നമ്മുടെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവിടുത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, അവിടുത്തെ സ്തുതിച്ചുകൊണ്ട്, അവിടുന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായി തമ്പുരാന് നൽകാം. പൊന്നു തമ്പുരാനെ, അവിടുന്ന് അല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്കുള്ളത്? അവിടുത്തെ സ്നേഹമല്ലാതെ വേറെ ഏത് സ്നേഹത്തിലാണ് ഞങ്ങൾ ആശ്രയിക്കുക? അവിടുന്നാണ് ഞങ്ങളുടെ ഏക രാജാവ്, ഞങ്ങളുടെ ഏക സത്യ ദൈവം. അവിടുന്ന് തന്നെ ഞങ്ങളെ വഴി നടത്തുന്നതും തളർന്നു പോകുമ്പോൾ ഞങ്ങളെ താങ്ങി നിർത്തുന്നതും അവിടുന്ന് തന്നെ. തണലായി, കരുതലായി, വേദനകളിൽ വിഷമങ്ങളിലും പ്രതീക്ഷയായി, സന്തോഷത്തിന്റെ പൊൻകിരണമായി മാറുന്നതും അവിടുന്ന് തന്നെ. അന്ധകാരത്തെ അകറ്റുവാൻ പ്രകാശമായി മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത തമ്പുരാൻ, ഈ നിമിഷം പാപത്തിന്റെ എല്ലാ അന്ധകാരവും ഈശോ മിശിഹായുടെ കുരിശിന്റെ ശക്തിയാലും തിരുരക്തത്തിന്റെ കൃപയാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റുന്ന സമയമാണ്. മലാഖമാരും ക്രോവേന്മാരും സ്വപയന്മാരും ഏറെ ഭക്തിയോടെയും ഏറെ വിശുദ്ധിയോടെയും ഏറെ ബഹുമാനത്തോടെയും പിതാവായ ദൈവത്തെയും പുത്രൻ തമ്പുരാനെയും റുഹാദി കുരിശ് തമ്പുരാനെയും ആരാധിക്കുന്ന നിമിഷം അവിടുത്തെ സ്നേഹത്താലും കൃപയാലും സഹവാസത്താലും നമ്മ ഓരോരുത്തരെയും പൂരിതരാക്കുന്ന നിമിഷം വളരെ ഭക്തിയോടെ വിശുദ്ധമാം ഹൃദയ വിചാരത്തോടെ ഉള്ളു നിറഞ്ഞ സ്നേഹത്തോടെ നമുക്ക് പാടി പുകഴ്ത്താം. ഏഴുവിളക്കിൻ നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണും യേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ, നിന്റെ ആത്മശക്തിയും
എന്നിലാകട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടനേശുവേ. നിന്റെ ഹിതത്തിൽ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ഹല്ലേലൂയ 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 കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹവലയം വലയം ചെയ്യും. പരിശുദ്ധ അമ്മ അനുഭവിച്ച സ്നേഹവലയം, ദൈവത്തിന്റെ പ്രത്യേകമായ സ്നേഹവലയത്തിന് ഭാഗ്യം ലഭിച്ച അമ്മ, അതുപോലെ തന്നെ തന്റെ പ്രിയ അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാൻ അനുഭവിച്ച സ്നേഹവലയം, തന്റെ പ്രിയ അപ്പസ്തോലന്മാരെല്ലാവരും അനുഭവിച്ച സ്നേഹവലയം ഈ നിമിഷം ആരാധനയുടെ ഈ വേളയിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കാൻ പോവുകയാണ്. നമ്മളെ പൂർണ്ണമായി ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈശോ നമ്മളെ കെട്ടിപ്പിടിക്കും. അവിടുത്തെ സ്നേഹവലയത്തിൽ നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് പൊതിഞ്ഞുകൊള്ളും. അവിടുത്തെ സ്നേഹവലയത്തിന്റെ ഉള്ളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ യാതൊരു രീതിയിലുമുള്ള പൈശാചികതയെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഈശോ അനുവദിക്കുകയില്ല. അവിടുത്തെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ നമ്മുടെ ഹൃദയവിശുദ്ധിയും നമ്മുടെ വികാര വിചാരങ്ങളും ദൈവികവും സ്വർഗീയവുമായി മാറാം. ഈ നിമിഷം തമ്പുരാനെ അവിടുത്തെ സ്നേഹവലയത്തിൽ നമ്മൾ ഓരോരുത്തരെയും ആക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാന നിമിഷം
കാൽവരിയുടെ നെറുകയിൽ സ്നേഹത്തിൽ ചാലിച്ച ചുംബനവുമായി തന്റെ പ്രിയപുത്രൻ രക്തത്തിൽ കുളിച്ച് മടിയിൽ കിടക്കുമ്പോൾ പരിശുദ്ധ അമ്മ ചങ്ക് നുറുങ്ങിക്കൊണ്ട് അവിടുത്തെ ശിരസിലേക്ക് നോക്കി. മുള്ളുകളാൽ മുറിവേറ്റപ്പെട്ട തിരുശിരസ്, രക്തത്താൽ കുളിച്ച ശരീരം, തന്റെ ഏകജാതന്റെ തന്റെ പ്രിയപുത്രന്റെ പീഡാസഹനങ്ങളെ ഓർത്തും അവിടുത്തെ പീഡാസഹനങ്ങളെ നേരിട്ടും കണ്ട പരിശുദ്ധ അമ്മ അവിടുത്തെ തിരുശരീരം അമ്മയുടെ കണ്ണീരാൽ കഴുകി. ഉണ്ണിയായി പിറന്ന യേശുത്തമ്പുരാനെ ആദ്യമായി കയ്യിലെടുത്ത ഓർമ്മ പരിശുദ്ധ അമ്മയുടെ മനസ്സിലൂടെ മാഞ്ഞു. അവസാന നിമിഷം പോലും അവിടുത്തെ ആ സ്നേഹവലയത്തിൽ, അവിടുത്തെ ആ കൃപയുടെ മഹത്വത്തിലേക്ക് പരിശുദ്ധ അമ്മയും തന്റെ പ്രിയ അപ്പസ്തോലനായ യോഹന്നാനും ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവസാനം വരെയും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും അമ്മയെ പോലെ ഈശോയോടൊപ്പം ആയിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം നിന്റെ വിഷമങ്ങളിലും നിന്റെ പ്രയാസങ്ങളിലും നിന്നെ താങ്ങി നിർത്തുന്നത് നിന്റെ ദൈവമാണ്. നിന്റെ മുഖം ഒന്ന് വാടിയ, നീ ഒന്ന് തളർന്നാൽ നിന്നെ പിടിച്ചുയർത്തുന്നത് നിന്റെ ദൈവമാണ്. രോഗത്തിന്റെ പിടിയിൽ അമരുമ്പോഴും പാപത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ അലസമായി പെരുമാറുമ്പോഴും അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഈശോ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിനക്ക് തരാവുന്നതെല്ലാം ഞാൻ തന്നു. എന്റെ ശരീരം വരെ മുറിച്ച് നിനക്ക് ഞാൻ തന്നു. നിനക്ക് പാനം ചെയ്യുവാനായി എന്റെ അമൂല്യമായ തിരുരക്തവും ഞാൻ തന്നു. ഇതിലേറെ ഞാൻ നിനക്കിനി എന്താണ് തരേണ്ടത്? ഇതിലേറെ എന്താണ് ഞാൻ നിനക്കിനി തരേണ്ടത്? നിനക്ക് കൃപ തരുവാനും നിനക്ക് അനുഗ്രഹം ചൊരിയുവാനും നിന്റെ ആത്മാവിന്റെ ഭോജനമായ വിശുദ്ധ കുർബാനയെ ഞാൻ നിനക്ക് തന്നു. വിശുദ്ധ കുർബാന പരിക്രമം ചെയ്യുവാൻ അവിടുത്തെ അഭിഷിക്തരെയും അവിടുന്ന് തന്നു. എന്നിട്ട് നീ ഇപ്പോഴും എന്നെ നിന്ദിക്കുകയും നീ ഇപ്പോഴും എന്നെ പീഡിപ്പിക്കുകയും നീ ഇപ്പോഴും എന്നെ വേദനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇത്രയേറെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും ഇത്രയേറെ ഞാൻ നിനക്ക് വില തന്നിട്ടും നീ എനിക്ക് എന്ത് വിലയാണ് തരുന്നത്? ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് നമ്മൾ നമ്മുടെ തമ്പുരാന് എന്ത് വിലയാണ് കൊടുക്കുന്നത്? വിശുദ്ധ കുർബാനയിൽ താമസിച്ചു വരുന്നതും
അലസമായി നിൽക്കുന്നതും കുദാശകൾ അയോഗ്യതയോടെ സ്വീകരിക്കുന്നതും ഇതെല്ലാം ദാനമായി തന്ന ദാതാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ഇതെല്ലാം അവിടുത്തെ ദാനമാണ്. നിന്റെ ജീവിതവും അവിടുത്തെ ദാനമാണ്. നിനക്കുള്ള സർവസ്വവും അവിടുത്തെ ദാനമാണ്. ഒരിക്കലെങ്കിലും അവിടുത്തോട് നന്ദി പറയാം. ഇതെല്ലാം തന്ന ദാതാവിനോട് ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കണം. മനുഷ്യ, നീ വെറും മണ്ണാണ്. നീ മണ്ണിലേക്ക് മടങ്ങും മുൻപേ നിന്റെ സൃഷ്ടാവിനെ ഓർക്കുകയും സൃഷ്ടാവിന് നന്ദി പറയുകയും ചെയ്യുക. അല്ലെങ്കിൽ നിന്റെ ജീവിതം കൊണ്ട് എന്തർത്ഥം? നീ ഭൂമിയിൽ ജീവിച്ചത് എന്തിന്? സ്വർഗത്തിൽ സ്വർഗവാസികളോടും മലാഹമാരോടും വിശുദ്ധരോടും ഒന്നിച്ച് അവിടുത്തെ ആരാധിക്കുവാനും അവിടുത്തേക്ക് നന്ദി പറയുവാനും അവിടുത്തെ സ്തുതിക്കുവാനും നിനക്ക് കഴിയുമോ? നിന്റെ അധരങ്ങളിൽ യേശുനാമം ഒന്ന് ഉച്ചരിക്കാൻ പോലും ധൈര്യമില്ലാതായി നീ മാറി. സമൂഹത്തിന്റെ മുൻപിൽ ഇതെന്റെ യേശു ആണെന്ന് പറയാൻ പോലും ധൈര്യമില്ലാതായി മാറി. ആയിരക്കണക്കിന് ജനങ്ങൾ നിൽക്കുമ്പോൾ അവരുടെ മധ്യത്തിലൂടെ പരിഹാസ രാജാവായിട്ട് അവരുടെ മധ്യത്തിലൂടെ വസ്ത്രം പോലുമില്ലാതെ നിന്റെ തമ്പുരാൻ നടന്നിട്ടുണ്ട്. അവിടുന്ന് പീഡിപ്പിച്ചും മുറിപ്പെടുത്തിയും രക്തമൊഴുക്കിയും വീണ്ടെടുത്ത് തന്നതാണ് നിന്റെ ജീവൻ. മരിച്ചാലും മറക്കരുത് നിനക്ക് ഇത്രയേറെ കൃപകൾ നൽകിയ നിന്റെ ദൈവത്തെ. അവിടുത്തെ അവസാനത്തുള്ളി രക്തത്തിൽ പോലും സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്ന ഓരോ ആത്മാവിനെയും അവിടുന്ന് കണ്ടിരുന്നു. അവിടുന്ന് നൽകിയ ഈ മഹാദാനം ലോകത്ത് ഒരു മനുഷ്യർക്കും ഒരു മനുഷ്യനും നിനക്ക് തരാൻ സാധിക്കില്ല. അത്ര അമൂല്യമായ ദാനം. എന്നെ സ്നേഹിക്കാനായി, എന്നെ ബഹുമാനിക്കാനായി, എന്നെ ആരാധിക്കാനായി, എന്നെ സ്തുതിക്കാനായി നിനക്ക് ലഭിച്ച ഈ ഭാഗ്യം നീ വിനിയോഗിക്കണം. അധരങ്ങൾ തുറന്ന്, ഹൃദയത്തിന്റെ ചെവികൾ തുറന്ന് നമ്മുടെ തമ്പുരാനെ കേൾക്കാനുള്ള സമയമാണ്. ഈശോയെ, നീ എൻ്റെ സ്നേഹം. ഈശോയെ, നിന്റെ സ്നേഹവലയത്തിൽ, നിന്റെ കരുണയുടെ വലയത്തിൽ, നിന്റെ കൃപയുടെ വലയത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും പൊതിഞ്ഞ് കാത്ത് സൂക്ഷിക്കണമേ. നിന്റെ മുഖം ഒന്ന് വാടിയാൽ, നിന്റെ മുഖം ഒന്ന് വെതുമ്പിയാൽ അവിടുന്ന് നിന്റെ കണ്ണീരൊപ്പാൻ വരുന്ന ദൈവം. നീ ഒന്ന് കരഞ്ഞാൽ നിന്റെ ഒപ്പം കരയുന്ന ദൈവം. നീ ഒന്ന് ചിരിച്ചാൽ നിന്റെ ഒപ്പം ചിരിക്കുന്ന ദൈവം. അവിടുത്തെ തൂവലിന്റെ ചിറകിന്റെ അടിയിൽ
നിത്യവും അമ്മ ഓരോരുത്തരെയും പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കുകയാണ്. എല്ലാവിധ ദൈവദാനങ്ങളാലും, എല്ലാവിധ സ്തുതികളാലും, എല്ലാവിധ ആരാധനയാലും ക്രോവേന്മാരോടും സാപ്പന്മാരോടും ചേർന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം. സ്വർഗീയരോട് ചേർന്ന് നമുക്ക് പാടി സ്തുതിക്കാം. എൻ്റെ മുഖം വാടിയ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. എൻ്റെ മുഖം വാടിയ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിൻ ഉള്ളം തേങ്ങും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിൻ ഉള്ളം തേങ്ങും. എൻ പിഴകൾ ചൊല്ലിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിൻ ഉള്ളം തേങ്ങും. ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. ഞാൻ നന്മകൾ ചെയ്തിടുമ്പോൾ ദൈവത്തിൻ മനം തുടയ്ക്കും. ഞാൻ നന്മകൾ ചെയ്തിടുമ്പോൾ ദൈവത്തിൻ മനം തുടിക്കും. അവനെന്നെ തോളിലെടുക്കും, സ്നേഹത്താൽ താലോലിക്കും. ഞാൻ നന്മകൾ ചെയ്തിടുമ്പോൾ ദൈവത്തിൻ മനം തുടിക്കും. അവനെന്നെ തോളിലെടുക്കും, സ്നേഹത്താൽ താലോലിക്കും. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ
നന്ദിയുടെ ഈ ആരാധനയിൽ കൃപയാലും അനുഗ്രഹത്താലും നമ്മൾ ഓരോരുത്തരെയും പൂരിതരാക്കുന്ന ഈ ആരാധന വേളയിൽ നമുക്കോരോരുത്തർക്കും ഹൃദയത്തിലേറ്റ് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പാപിയും ബലഹീനനും അയോഗ്യനുമായ എന്നെ യോഗ്യനാക്കി എന്റെ ദൈവം. ബലഹീനനായ മനുഷ്യ, നിന്നിൽ നിന്റെ പിതാവ്, നിന്നിൽ നിന്റെ സൃഷ്ടാവ് കൃപയാലും അനുഗ്രഹത്താലും പരിശുദ്ധ റൂഹായുടെ സഹവാസത്താൽ നിന്നെ നിറച്ചപ്പോൾ നീ യോഗ്യനായി മാറി. നിന്റെ ഓരോ ദിവസവും നീ ദർശിക്കുന്നത് ദൈവകൃപയാണ്. ഓരോ ദിവസവും നീ കാണുന്ന പുലരി ദൈവത്തിന്റെ ദാനമാണ്. ഓരോ ദിവസവും നീ അനുഭവിക്കുന്ന സന്തോഷം നിന്റെ പിതാവ് നിനക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. നീ അനുഭവിക്കുന്ന വിഷമങ്ങളും നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നീ അനുഭവിക്കുന്ന സഹനങ്ങളും അവിടുത്തെ സഹനങ്ങളോട് ചേർത്ത് വെക്കുവാനായി നിന്റെ പിതാവ് നിനക്കായി തന്നിരിക്കുന്ന സമ്മാനമാണ്. വിഷമങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, എന്റെ ഈശോയെ, എന്റെ ഈ വേദനകൾ, എന്റെ ഈ പ്രയാസങ്ങൾ, എന്റെ ഈ ബുദ്ധിമുട്ടുകൾ എല്ലാം നിന്റെ പീഡാസഹനങ്ങളോട്, നിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കാം. ആ നേരം നിന്റെ ദാതാവിനെ, നിന്റെ തമ്പുരാനെ കുറ്റപ്പെടുത്താതെ, തമ്പുരാനെതിരായി പെറുപെറുക്കാതെ തന്ന സഹനങ്ങൾക്കും തന്ന പീഡകൾക്കും എല്ലാം നന്ദി പറയാൻ സാധിക്കണം. ഈശോ തന്റെ പരിശുദ്ധമാം പീഡാസഹനങ്ങൾക്കെല്ലാം ആവാ പിതാവിനോട് ഒരു മടിയും കൂടാതെ ഏറ്റവും എളിമയോടെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. അത്ര സന്തോഷകരമല്ലായിരുന്നു അവിടുത്തെ പരിശുദ്ധ പീഡാസഹനങ്ങൾ. ലോകത്ത് ഇന്നേ വരെ ഒരു മനുഷ്യനും സഹിച്ചിട്ടില്ലാത്ത രീതിയിൽ, ഇനി ഒരിക്കലും സഹിക്കാൻ പോകുന്നില്ലാത്ത രീതിയിൽ അത്രയേറെ പൈശാചികത നിറഞ്ഞ പീഡാസഹനം. കാൽവരിയുടെ നെറുകൈ മുതൽ താഴ്വര വരെ രക്തത്താൽ കുതിർന്ന പീഡാസഹനം. കണ്ടു നിന്നവരുടെ പോലും കണ്ണുകളിലൂടെ മിഴിനീർ തൂകിയ പീഡാസഹനം. ഓരോ തുള്ളി രക്തത്തിനും, ഓരോ തുള്ളി മുന്തിരിച്ചാറിനും കടലോളം സ്നേഹം നിറച്ച പീഡാസഹനം. അവസാനം പടയാളികളിൽ ഒരാൾ വന്ന് തന്റെ വിലാപ്പുറത്ത് കുത്തി. ആ പടനെ പോലും, ആ പടയാളിയെ പോലും അനുഗ്രഹിച്ച പീഡാസഹനം. അവസാന നിമിഷം പോലും
അത്ഭുതങ്ങളുടെ മഴ പെയ്ച്ച പീഡാസഹനം, ആരാധനയുടെ ഈ വേളയിൽ അനുഗ്രഹത്തിന്റെയും കൃപയുടെയും മഴയാണ് തമ്പുരാൻ നമ്മുടെ മേൽ പെയ്യിക്കാൻ പോകുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ലാസറിന്റെ സഹോദരിയോട് നമ്മുടെ തമ്പുരാൻ അരുൾ ചെയ്തതുപോലെ ഇപ്പൊ നമ്മെ ഓരോരുത്തരെയും നോക്കി അവിടുന്ന് പറയുകയാണ്, നീ എന്നിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും ദൈവമഹത്വം ദർശിക്കും. നിന്റെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗത്തിന്റെ പിടകളെയും, എല്ലാ ക്ലേശങ്ങളെയും, എല്ലാ സഹനങ്ങളെയും എന്റെ കുരിശിന്റെ ശക്തിയാൽ, എന്റെ തിരുരക്തത്തിന്റെ കൃപയാൽ ആ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ തിരിച്ചെടുക്കും. ഈ പീഡകളെല്ലാം അവിടുന്ന് തിരിച്ചെടുത്ത് ഇതെല്ലാം അവിടുന്ന് രൂപാന്തരപ്പെടുത്തി തിരിച്ച് കൃപയായും അനുഗ്രഹമായും നിന്നിലേക്ക് പെയ്യിക്കും. അത്രയധികം തമ്പുരാൻ നമ്മെ സ്നേഹിക്കുന്നു. അത്രയധികം കൃപയാണ് അവിടുന്ന് നമ്മളിലേക്ക് ചെറിയുന്നത്. ഇതെല്ലാം വചനമായ ദൈവം, ആദ്യം മുതലേ ഉണ്ടായിരുന്ന ദൈവം നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. വചനം ഇപ്രകാരം പറയുന്നു, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. നീ ചെയ്യുന്ന ഓരോ തെറ്റിനും, നീ ചെയ്യുന്ന ഓരോ പാപത്തിനും നിന്റെ പിതാവിന്റെ സന്നിധിയിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയോ വിശുദ്ധിയില്ലാതെ കൂദാശകൾ സ്വീകരിക്കുകയോ ചെയ്താൽ നീ നിന്റെ പിതാവിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ നിമിഷം, ഈ സമയം, ഈ തിരുമണിക്കൂറിൽ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗസ്ഥനായ പിതാവിനോട് മാപ്പ് അപേക്ഷിക്കാം. അയോഗ്യതയോടെ അപ്പാ, ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയില്ലാതെ കുദാശകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം മാപ്പ് അവിടുത്തെ തിരുരക്തത്താൽ നമ്മൾ ഓരോരുത്തരെയും പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കണേ. തന്റെ പെസഹ കാലത്ത്, പവിത്ര പെസഹ കാലത്ത് 3 ന്യായാധിപന്മാരാൽ അന്യായമായി വിധിക്കപ്പെട്ടപ്പോഴും തന്റെ ശിഷ്യരിൽ ഒരുവനായ യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോഴും അവിടുന്ന് അനുഭവിച്ച വേദന ഞങ്ങൾ ഓർക്കുന്നു. ഇനി നമ്മളാൽ ഈശോ വേദനിക്കാൻ പാടില്ല. ഞാനോ നീയാലോ നമ്മുടെ തമ്പുരാൻ ഇനി വേദനിക്കാൻ പാടില്ല. ഈ ആരാധനയുടെ ഈ മണിക്കൂറിൽ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തീരുമാനം അതാണ്. എന്റെ പാപങ്ങളാൽ എന്റെ തമ്പുരാൻ ഇനി വേദനിക്കാൻ പാടില്ല. ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്
പാപത്തിന്റെ സന്നിധിയിൽ നീ പോകുമ്പോൾ ഓർത്തോ മനുഷ്യ, നിനക്ക് വേണ്ടി ചങ്ക് പൊട്ടിക്കരയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്നെ ഓർത്തുകൊണ്ട് ഹൃദയം പിടയുന്ന ഒരു ദൈവം നിനക്കുണ്ട്. അവസാന അന്ത്യത്താഴവേളയിൽ ഈശോ തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തതുപോലെ അവസാന അത്താഴമേശയിൽ തമ്പുരാൻ നൽകിയ ആ സ്നേഹം ഈ നിമിഷം നമുക്ക് ഓർക്കാം. മലാഹമാരോട് ചേർന്ന് നമ്മുടെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഏകജാതനെ നമുക്ക് പാടിപ്പുകഴ്ത്താം. അവസാന താഴമേശയിൽ നാഥൻ തിരുഭോജമായി എൻ പെരുകും പാപത്തിൻ മരക്കുരിശിൽ തിരുയാഗമായി കരുണാക്കടലിൽ സ്നേഹമേ നീശ്രയം നീറുമി പാപിത മാനസമെന്നും നിൻ സ്വരം കാത്തിരിപ്പൂ. അവസാന താഴമേശയിൽ നാഥൻ തിരുഭോജമായി എൻ പെരുകും പാപത്തിൻ മരക്കുരിശിൽ തിരുയാഗമായി. ഭാരം വഹിച്ചിടാൻ കൈകൾ നീട്ടിയവൻ, ഭയമകറ്റിടാൻ എൻ ഹൃത്തിൽ നിറഞ്ഞവൻ, എൻ മനതാരെ നിർമ്മല സ്നേഹം തിരുവോസ്തിരൂപന നീ വാണിടും. എൻ മനതാരിൽ നിർമ്മല സ്നേഹമ തിരുവോസ്തിരൂപന നീ വാണിടും. അവസാന താഴമേശയിൽ നാഥൻ തിരുഭോജമായി എൻ പെരുകും പാപത്തിൻ മരക്കുരിശിൽ തിരുയാഗമായി. കുരിശിൻ്റെ വഴിയെ എന്നെ പുണർന്നവൻ, നിത്യതയേക്കാൾ സ്വയം പൂജ്യമായവൻ, താതന്റെ ഹിതം പോൽ താഴ്മയോടങ്ങു തിരുമാംസരക്തമായി എനിക്ക് നൽകി. താതന്റെ ഹിതം പോൽ താഴ്മയോടങ്ങു തിരുമാംസരക്തമായി എനിക്ക് നൽകി. അവസാന താഴമേശയിൽ നാഥൻ തിരുഭോജമായി
എൻ പെരുകും പാപത്തിൻ മരക്കുരിശേന്തി തിരുയാഗമായി കരുണാകടലേ സ്നേഹമേ നീനിക്കാശ്രയം നേരുമി പാപിതൻ മാനസമെന്നും നിൻ സ്വരം കാത്തിരിപ്പോ അവസാനത്താഴമേശയിൽ നാഥൻ തിരുഭോജ്യമായി എൻ പെരുകും പാപത്തിൽ മരക്കുരിശേന്തി തിരുയാഗമായി ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. നമുക്കൊരു ദൈവമേ ഉള്ളൂ. നമ്മെ രക്ഷിക്കുവാനും നമ്മെ കാത്തു പരിപാലിക്കുവാനും നമുക്ക് തണലാകുവാനും നമുക്കൊരു ദൈവമേ ഉള്ളൂ. നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ ബുദ്ധിമുട്ടുകളിൽ, നിന്റെ വേദനകളിൽ നിന്നെ പിടിച്ചു നിർത്തുന്ന നിന്റെ ദൈവം, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഏവനും അവന്റെ കണ്ണീരിന്റെ വിലയായി അവന്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് അനുഗ്രഹം തരും. എന്റെ തമ്പുരാനെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും രോഗത്തിന്റെ പീഡകളും ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങളും അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ കണ്ണീര് ഒപ്പിയെടുക്കുന്ന എന്റെ ദൈവമേ, ഞാൻ കരയുമ്പോ എന്റെ കൂടെ കരയുന്ന എന്റെ ദൈവമേ, എന്റെ പ്രയാസങ്ങളിൽ വീണു പോകുമ്പോ എന്നെ പിടിച്ചുയർത്തണേ. ഒരിക്കലും അവിടുത്തെ മറന്നുകൊണ്ട് മാനുഷികമായ ബലത്തിൽ സഞ്ചരിക്കുവാൻ എനിക്കിടയാകരുത്. കാരണം ഞാൻ അറിയുന്നു മനുഷ്യൻ വെറും മണ്ണാണെന്ന്. ദൈവത്തിന്റെ കൃപയില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ, പിതാവായ ദൈവത്തിന്റെ കൃപയാലും സഹവാസത്താലും സ്നേഹത്താലും അവിടുന്ന് മണ്ണായ ഞങ്ങളിലില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? ഞങ്ങൾ ഒന്നിനും യോഗ്യരല്ല. എന്നാൽ ഞങ്ങളെ യോഗ്യരാക്കിയത്, അയോഗ്യരായ ഞങ്ങൾ ഓരോരുത്തരെയും യോഗ്യരാക്കിയത് അവിടുന്നാണെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുനാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവിടുത്തെ വചനം നിറയാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നെന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, നീയാണ് സർവസ്വവും, നീയാണ്
എല്ലാം മനുഷ്യനായി സൃഷ്ടിച്ചതും തന്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യന് വേണ്ടി എല്ലാം സൃഷ്ടിച്ച് ഏറ്റവും അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അത്രയധികം കരുതലാണ് ദൈവത്തിന് മനുഷ്യരിലുണ്ടായിരുന്നത്. മനുഷ്യൻ ഭൂമിയിൽ രൂപം കൊണ്ട് കഴിയുമ്പോൾ ഭൂമിയിൽ അവൻ ഒന്നിനും കുറവുണ്ടാകരുതെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. മനുഷ്യന് വേണ്ടി വൃക്ഷങ്ങളെയും മൃഗങ്ങളെയും അവന് വേണ്ടതെല്ലാം അവിടുന്ന് ഭൂമിയിൽ ഒരുക്കി. അത്രയധികം മനുഷ്യനെ സ്നേഹിച്ചൊരു ദൈവം. സ്വർഗത്തിൽ പിതാവിനോട് ചേരുന്നത് വരെ അവിടുത്തെ ശരീരത്തോട് നമുക്കൊന്നായിരിക്കാം. സ്വർഗത്തിൽ നാമിനി ചേരും വരെയും വീഞ്ഞിൻ്റെ മധുരം ഞാൻ നുകരില്ല പ്രിയരേ. ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. സ്വർഗത്തിൽ നാമിനി ചേരും വരെയും വീഞ്ഞിൻ്റെ മധുരം ഞാൻ നുകരില്ല പ്രിയരേ. ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. സഹനമെന്നു കേട്ടപ്പോഴേ ശിമയോനെ നീ പിന്നിൽ മറഞ്ഞതല്ലേ. മരണം മുന്നിൽ കണ്ടപ്പോഴേ വിശ്വാസം തണുത്തുറഞ്ഞു പോയില്ലേ. വേദനയായിലെ കല്ലുകളെ മനസാ നീയേറെ ഭയന്നതല്ലേ. നീ ഒഴിവാക്കിയ സങ്കടങ്ങൾ ഞാൻ വാങ്ങി കാസയിൽ രുചിച്ചിടുന്നു. ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. സ്വർണ്ണഗോതമ്പിൻ്റെ വയൽ വരമ്പിൽ തങ്ങളിൽ വലിയവനാരെന്നോർത്തു സ്വന്ത ശരീരത്തെ പൂജ്യമാക്കാൻ കഴിയുമോ എന്നോർത്തു പിടഞ്ഞു ചിലർ. യാക്കോബിൻ കിണറിൻ്റെ കരയിരുന്ന് സ്ത്രീയോടു മിണ്ടിയതത്ഭുതമാ. നിങ്ങളുടെ ഉള്ളിലെ സംഘർഷ
നിമിഷങ്ങൾ ഞാനോ ചുടുകല്ലിലപ്പമാക്കി. ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. സ്വർഗത്തിൽ നാം ഇനി ചേരും വരെയും വീഞ്ഞിൻ്റെ മധുരം ഞാൻ നുകരില്ല പ്രിയരേ. ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. സ്വർഗത്തിൽ നാം ഇനി ചേരും വരെയും വീഞ്ഞിൻ്റെ മധുരം ഞാൻ നുകരില്ല പ്രിയരേ. ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ പിരിയുന്ന